എസ് സുരേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നലെ ഇപ്പോ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ വികസനം ചർച്ച ചെയ്യുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കുറേയും കൂടെ ഒരു മുഖം മിനുക്കുവാണോ ബി ജെ പി? ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന മുന്നേറ്റത്തിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിയുടെ മുന്നേറ്റത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരു ഡെവലപ്ഡ് കേരള എന്നുള്ളതാണ്. അത് ഇന്നലെ ഞങ്ങളുടെ പുതുതായിട്ട് ചുമതല ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന കേരളീയനെ സൃഷ്ടിക്കുക, സാമ്പത്തികമായിട്ട് ഭദ്രത ഉറപ്പുവരുത്തുക, യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുക, ആശാ വർക്കേഴ്സും അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരും ക്ഷേമ പെൻഷൻ കിട്ടാത്തവരും ഇങ്ങനെ പിച്ചച്ചട്ടിയുമായിട്ട് അലയേണ്ട സാഹചര്യമില്ലാത്ത കേരളം സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്ഡ് ഇന്ത്യ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയുടെ പരിശ്രമത്തിന് ഡെവലപ്ഡ് കേരളയാണ് ബി ജെ പി കേരളയുടെ ലക്ഷ്യം എന്ന് വളരെ സുവ്യക്തമായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, തീർച്ചയായും ക്ലിയർ ആണ് പറഞ്ഞത്. ഈ പുതിയ പ്രസിഡന്റ് വരുമ്പോ കേരളത്തെ കുറിച്ച് കുറേയും കൂടെയൊക്കെ ഗ്രൗണ്ട് ലെവലില് വളർന്നു വന്നവർ, പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് അങ്ങനെ പടലപ്പിണക്കങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല ബി ജെ പി എന്നുള്ളത് പ്രശംസാവഹമാണ്. എങ്കിൽ കൂടി നമ്മുടെ ഒരു എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ തലങ്ങളെയും അറിയുന്ന അവിടെയൊക്കെ ചന്ദ്രശേഖരന് മിസ്സാവോ എന്തെങ്കിലും? ഈ പാർട്ടിയുടെ താഴെത്തലം മുതൽ ദേശീയ തലം വരെയുള്ള മുഴുവൻ, ബൂത്ത് മുതൽ പ്രധാനമന്ത്രി വരെയുള്ള മുഴുവൻ ആൾക്കാരുടെയും സ്വപ്ന സാഫല്യമാണ് ബി ജെ പിക്ക് കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രസിഡന്റ്. അതുകൊണ്ട് പ്രവർത്തകർ വളരെ ആഹ്ലാദത്തിലാണ്. നേതാക്കന്മാർക്ക് നല്ല ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. പാർട്ടിക്ക് ശുഭകരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയും വന്നിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു ചിന്തയ്ക്കും ഇപ്പോൾ ബി ജെ പിയിൽ ഒരു പ്രസക്തിയില്ലാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഓക്കെ, മുഖ്യമന്ത്രി കൊടും വിഷമാണെന്ന് പറഞ്ഞു, പിന്നീട് കൊടും വിഷമാണെന്ന് മാറ്റി പറഞ്ഞതെല്ലാം സോഷ്യൽ മീഡിയ ഇപ്പൊ വീണ്ടും എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൈബർ സഖാക്കൾ, ആ ഒരു വിങ്ങെല്ലാം. എന്താണ് അത്തരം പരാമർശങ്ങളോട്? ഒരു കൊടും വിഷമാണെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞതാണ് പ്രസിഡന്റിനെ കുറിച്ച്. മുഖ്യമന്ത്രി ബി ജെ പിക്ക് പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റ് വരുമ്പോൾ മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് എടുത്തതാണെന്ന് മനസ്സിലാവും. അത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഭൂഷണമാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത്രയും തരം താഴാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ 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 ഈ പി സി ജോർജ് ഇന്നലെ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു സുരേഷ് സാർ. അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ മണ്ടന്മാരായ സമ്മതിദായകരാണ് ഇദ്ദേഹത്തെ ജയിപ്പിക്കാതിരുന്നതെന്ന് ഒരു ജനാധിപത്യത്തെ വീണ്ടും വെല്ലുവിളിക്കുകയാണോ? ഇങ്ങനെ പുതിയൊരു പ്രസിഡന്റ് വന്ന് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്ത് കേരളത്തിൽ രാഷ്ട്രീയം പറയുന്ന രീതിയിൽ ബി ജെ പി മുഖം മിനുക്കി, താങ്കൾ പറഞ്ഞ പോലെ 2026 ഫ്യൂച്ചറിലേക്ക് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ബി ജെ പി ഒരുങ്ങുന്ന ഒരു സമയത്ത് വീണ്ടും പി സി ജോർജ് കല്ല് കടിപ്പിക്കുകയാണോ ഈ പാർട്ടിയെ? സമ്മതിദായകരെ മണ്ടന്മാരെന്ന് വിളിപ്പിക്കുന്ന ഒരവസ്ഥ. പി സി ജോർജ് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചു എന്നതാണ്. തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ ബി ജെ പിക്ക് വളരെ ആത്മവിശ്വാസമാണുള്ളത്. കാരണം 6.5 ലക്ഷത്തിൽ പരം വോട്ട് താമര ചിഹ്നത്തിൽ തന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സമ്മതിദായകർ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ബി ജെ പിയെ എക്കാലത്തും ചേർത്ത് നിർത്താൻ തയ്യാറായിട്ടുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് ഈ ജില്ലയിലുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടുത്തെ വോട്ടർമാരിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അവർ ബി ജെ പിയോടൊപ്പം ആവും, പൂർണ്ണമായിട്ടും ആകുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 6 ലക്ഷത്തിലേറെ വോട്ട് ഈ ജില്ലയിൽ തന്നിട്ടുണ്ട്. പിന്നെ പി സി ജോർജ് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായിട്ടുള്ള രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് വിമർശിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എതിർക്കപ്പെടേണ്ടതോ അതിൽ കുറച്ച് കാണുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഈ പി സി ജോർജിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി സി ജോർജിനെ എന്റെ നാവിന് ഒരു കടിഞ്ഞാണിടേണ്ട ആവശ്യമുണ്ടോ ബി ജെ പി? അതെയോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണെന്ന് പറഞ്ഞ് വിട്ടാൽ മതിയോ അതിനെ? അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇപ്പോഴും? ഓരോരുത്തര് അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അവർ ജീവിച്ചു വരുന്നതും അവർ നേരിടുന്നതുമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അത് സൃഷ്ടിക്കപ്പെടുന്നതിനൊരു കാരണമാണ്.
അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാളിനെ ഈ അടുത്ത ദിവസം പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ട് അദ്ദേഹത്തെ എന്താ ഒരു വർഗീയവാദിയാക്കി അദ്ദേഹത്തെ ക്രിമിനലാക്കുന്നു. ഇത്തരത്തിലുള്ള പരിശ്രമമൊക്കെ നടത്തുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം സ്വാഭാവികമായിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കും. അതിൽ നമുക്ക് മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാനതിനെ അതൊരു കുറ്റമായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണ്. എങ്ങനെ എന്തുമാത്രം ഈ പുതിയ പ്രസിഡന്റിന്റെ വരവ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, മീറ്റിങ്ങുകൾ, ഒരു വലിയ സംഘടനാ ബലം ഇപ്പൊ ഉണ്ടാവുമല്ലോ. ഇപ്പൊ CPM-ന്റെ സമ്മേളനം കഴിഞ്ഞ പോലെ തന്നെയാണ് BJP-യും ഇങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു സംഘടനാ ശക്തിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. എന്തുമാത്രം ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട് ത്രിതല പഞ്ചായത്തിൽ? സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ അധികാരങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസരമാണ്. തീർച്ചയായും. ഞങ്ങൾ ഇത് ആയിരക്കണക്കിന് വരുന്ന പാർട്ടിയുടെ ഏറ്റവും താഴെ തലത്തിലുള്ള പ്രവർത്തകരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു മഹാദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ നേതൃത്വം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ വിജയകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് കേരള രാഷ്ട്രീയത്തിൽ BJP-യുടെ ഭാവി വളർച്ചയുടെ അസ്ഥിവാരം ഇടുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം. വളരെ നന്ദി ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. താങ്ക് യു.